ഹലോ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടൻ തന്നെയാണ്. അപ്പോൾ ഇക്കാക്ക ദുബായിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക വരുന്നതുകൊണ്ട് തന്നെ ഇക്കാക്കക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലാണ് ഇന്നത്തെ പരിപാടി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനുണ്ടല്ലോ രാവിലെ 9:30 ആ ഒരു സമയത്തായിരുന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇക്കാക്ക വന്നിട്ട് 1 വീക്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിട്ടില്ല. കാരണം സ്കൂള് മദ്രസൊക്കെ ഇല്ലോണ്ട് തന്നെ ഇക്കാക്കനെ കാണാൻ പോയിട്ടുണ്ടായിട്ടില്ല. നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വേഗം കാണണമെന്നായിരുന്നു. അപ്പോൾ ഇക്കാക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ വണ്ടിയൊക്കെ കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. എപ്പോഴും ഇക്കാക്ക വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുത്തും. ഞാൻ നിർബന്ധിച്ച് വരുത്തിക്കും. അപ്പോൾ പിന്നെ നാട്ടിലുണ്ടാകുമ്പോൾ കാണണം എന്നൊരാഗ്രഹമാണല്ലോ. അങ്ങനെ ഞാൻ ഇക്കാക്ക അവരൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുറക്കുന്ന് പിന്നെ വേറെ ആരും വരുന്നുണ്ടായിട്ടില്ല. കാക്കയും അമ്മായിയും പിള്ളേരും മാത്രമായിരുന്നു വന്നിട്ടുണ്ടായത്. ഉമ്മാനെ അനിയത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി പോയി, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഉപ്പ പിന്നെ പണിക്കും പോയി. പിന്നെ ഉമ്മ പറഞ്ഞു പിന്നെ ഒരു ദിവസം ഉമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറക്കുന്ന ആരെങ്കിലും വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇക്കാക്കിയും അമ്മായിയും ഒക്കെ വരുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അവരൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് അവരൊക്കെ എനിക്ക് വീഡിയോസിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ വീഡിയോ എടുക്കും ഭയങ്കര ടെൻഷനാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പാസ്ത, അതുപോലെ തന്നെ ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ. ഇത് പറയുമ്പോൾ 3 ഐറ്റം ഇല്ലെങ്കിലും ഭയങ്കര പാടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ. അപ്പോൾ വൈറ്റ് സോസ് പാസ്ത ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉമ്മയുടെ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് മസാല ആക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് പാസ്തയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എനിക്കുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയും വേവിക്കണം. ഞാൻ മുന്നേ പറയുന്ന പോലെ തന്നെ എനിക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം വെന്തിട്ട് കിട്ടണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേവിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വേവണം. അതുകൊണ്ട് ഞാൻ എന്താക്കും, ഇതുപോലെ കുക്കറിൽ കൂക്കിക്കും. ഉള്ളിയും തക്കാളിയൊക്കെ ഒരു 2 വിസിൽ വരുന്നവരെ കൂക്കിച്ചതിന് ശേഷം അത് മസാല ഉണ്ടാക്കും. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക, ബീഫ് ബിരിയാണി ഉണ്ടാക്കുക, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളിടുന്ന ആരും ഉണ്ടായിട്ടില്ല. ഞാനും ഉമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായത്. പിന്നെ ഇത്താത്തനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്താത്തക്ക് വരാൻ പറ്റിയിട്ടില്ല. സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഫ്രീ ടൈം ആണല്ലോ. പിന്നെ ഞാൻ ഇക്കാക്കനെ ആദ്യമൊക്കെ ഇക്കാക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാൻ രാത്രിയിലേക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് വിളിക്കലുണ്ടായത്. അപ്പം രാത്രിയിലാണെങ്കിൽ വിളിക്കുന്ന സമയത്ത് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. ഇപ്പോൾ രാത്രിയിൽ ഇക്കാക്ക മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് വരും. വന്ന് കുറച്ച് സമയം ഇരിക്കും, ഫുഡ് കഴിക്കും. പിന്നെ ലേറ്റ് ആവുന്നതുകൊണ്ട് വേഗം പോവുമല്ലോ. അതുമാത്രമല്ല അവർ പോയതിന് ശേഷം നമുക്കിവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം ഇനി ആദ്യം ഞാൻ രാത്രിയിൽ വിളിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഉച്ചക്കേക്ക് മാറ്റി. കാരണം രാത്രിയിലേക്ക് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് കുറച്ച് സമയം അവരിരിക്കത്തുള്ളൂ. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പണികളുണ്ടാവും. അതൊക്കെ ചെയ്ത് പിന്നെ കിടക്കണ്ടേ. അപ്പോൾ പിന്നെ രാവിലെ എണീക്കും വേണമല്ലോ. അപ്പോൾ സ്കൂളിലയക്കലും മദ്രസയിലയക്കലൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഞാൻ ഇക്കാക്കനോട് പറഞ്ഞ് ഇക്കാക്ക ഉച്ചക്കേക്ക് വാ, ഇപ്പം പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇടയിൽ ഞാൻ കറണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ വേഗം ബട്ടർ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ബട്ടറൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ വൈറ്റ് സോസ് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ എൻ്റെ ഓൾറെഡി ഉണ്ട്. അഥവാ അത് തികഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും നമ്മളെടുത്തില്ല ഒരു വെണ്ണ വെച്ചിട്ട് ബട്ടർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ആവശ്യം ഉണ്ടാകുമെങ്കിലോ വിചാരിച്ചിട്ട്. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കറണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടുണ്ട്. അപ്പം ഞാനിങ്ങനെയാണ് ഈ ഒരു ബട്ടറും നെയ്യൊക്കെ ഉണ്ടാക്കൽ. നെയ്യ് സ്റ്റോക്ക് കിടപ്പുണ്ടെങ്കിൽ ഞാൻ എന്താക്കും, പിന്നെ ഫുള്ള് ബട്ടർ തന്നെ ആക്കി വെക്കും. അപ്പം പിന്നെ നമ്മൾ ബട്ടറിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഇതെടുക്കാമല്ലോ. അങ്ങനെ ഈ ഒരു ബട്ടറൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ആദ്യം എളുപ്പമായിട്ടുള്ള പണികളൊക്കെ വേഗം ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഞാൻ. എങ്ങനെ ഏകദേശം എന്താ പറയുക, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് പണിയൊക്കെ ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12:30 കറക്റ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബീഫ് മസാല വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ സമാധാനമായി. നമുക്ക് എന്താ പറയുക, ആ ഒരു ബിരിയാണീൻ്റെ ഏകദേശം പരിപാടി തീർന്നല്ലോ. ഉള്ളിയും തക്കാളി ഇങ്ങനെ വഴറ്റുന്നതുകൊണ്ട് തന്നെ അതത്ര ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോർമലി എല്ലാ മസാലകളും ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. വെളിച്ചെണ്ണ ഒഴിക്കും, എന്നിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ജീരകം, വലിയ ജീരകം, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കും. അങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കൽ. പിന്നെ ഇക്കാക്കക്ക് ബിരിയാണി ഇഷ്ടമാണ്. ഉപ്പാൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ദുബൈയിലുള്ള സമയത്ത്
സമയത്ത് ഉപ്പാൻ്റെ റൂമിൽ ആ ഒരു ഫ്രൈഡേത്തെ ആ ഒരു ബിരിയാണി കഴിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും എന്ന് പറയുന്ന കേൾക്കാം. ഇപ്പോൾ ഉപ്പാനോട് നമ്മൾ പറയുന്നുണ്ട് ഉപ്പാൻ്റെ ആ ബിരിയാണീൻ്റെ ആ ഒരു ടച്ച് വിട്ട പോലെ ഫീൽ ചെയ്യുന്നു പറയലുണ്ട് ഞാൻ. ഉപ്പ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഉപ്പാൻ്റെ കൂടെ അവിടെ ഇരിക്കണം. അപ്പം ഉപ്പാക്കൊരു ഇഷ്ടമാണ് അങ്ങനെ എന്തുണ്ടാക്കി തരും, നമ്മൾ പണിയെടുക്കണം എന്നില്ല, പക്ഷേ ഉപ്പാൻ്റെ കൂടെ അവിടെ ഇരുന്ന് കൊടുത്താൽ ഉപ്പാക്കൊരു കമ്പനിക്ക് ആളാവുമല്ലോ. അങ്ങനെ ഉപ്പ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പലതും ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഉപ്പാൻ്റെ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. ഉപ്പ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ കിച്ചണ് വൃത്തിയാക്കി കിട്ടും, അതുപോലെ തന്നെ ഫ്രിഡ്ജും ക്ലീൻ ആക്കി തരും അതിൻ്റെ ഇടയിൽ. പിന്നെ എന്താ പറയുക, ഉപ്പ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ആ പാത്രങ്ങളൊക്കെ ഉപ്പ തന്നെ കഴുകും. അങ്ങനെയാണ് നമ്മൾ ഉപ്പ ഫുഡ് ഉണ്ടാക്കൽ. ഉപ്പ കിച്ചണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ച് കളയും. കാരണം ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിൽ. ചെറിയ ഉള്ളിയുടെ പീസ് ഉണ്ടാവും, അതുപോലെ തന്നെ കറിയുടെ ബാക്കി ഉണ്ടാവും, ചോറിൻ്റെ ബാക്കി ഉണ്ടാവും, ചില കടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉപ്പാക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഉപ്പ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും പറക്കി ചാടും. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയും എല്ലാ സാധനം ഇപ്പോൾ കളയുമല്ലോ. ഉമ്മാക്ക് ഉപ്പ കിച്ചണിൽ ഇറങ്ങുന്നത് ഇഷ്ടമാണ്, കാരണം കുറച്ച് സമയം ഉമ്മാക്ക് റെസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഉപ്പ പൊറോട്ടയൊക്കെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. ഉപ്പാൻ്റെ ഫുഡ് പൊതുവേ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അവിടെ എൻ്റെ ബിരിയാണി മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇക്കാക്ക വന്നതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എനിക്കൊരു മടിയും കൂടെ ആയി, കാരണം ഇക്കാക്കനെ കാണിക്കാൻ ഓനിക്കത് ഇഷ്ടമാവുമെന്ന് അറിയില്ല. പിന്നെ ഓൻ്റെ മുമ്പിൽ ക്യാമറ എടുത്തിട്ട് പോവാൻ അത് എനിക്കിഷ്ടമല്ല. മീൻസ് എനിക്ക് പേടിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്താക്കിയത്, ഇക്കാക്കാന്ന് പറയുമ്പോൾ ആ ഒരു റെസ്പെക്റ്റിൽ നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇക്കാക്ക വരുന്ന ആ ഒരു സമയം വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മ ബിരിയാണീൻ്റെ ചോറുണ്ടാക്കുന്നുണ്ട്. അപ്പം ഉള്ളി പൊരിച്ചിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ ഇടാനും ഒക്കെ ഇത് യൂസാക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കി, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ വെജീസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഈ ഒരു പാത്രം ചെറുതായിരുന്നു. പിന്നെ സമയം കുറച്ച് ഇങ്ങോട്ടായപ്പോൾ എനിക്ക് കുറച്ച് ബേജാറാവാൻ തുടങ്ങി. കാരണം ഇക്കാക്ക വരുമ്പോഴത്തേക്ക് ഫുഡ് ആയിട്ടില്ലെങ്കിലോ എന്നൊക്കെ ഒരു ടെൻഷനായി. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ 2 ട്രിപ്പ് ഇടാൻ പറ്റില്ല എന്ന് ഇടാണ്ട് വെയിറ്റ് ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യുന്നുള്ളത്. കാരണം ചെറിയ പാത്രത്തിലാകുമ്പോൾ 2 പ്രാവശ്യം ഇടണമല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് സെറ്റായി വരണം. പിന്നെ ഈ ഒരു മസാല ഉണ്ടാക്കണം, ആ ഒരു വെജീസിൻ്റെ മസാല ഉണ്ടാക്കണം. അത് ഈ സൈഡിൽ നിന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇതൊന്നും ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വെക്കുന്നില്ല. അതായത് ഈ ഒരു വെജീസും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് വെക്കും. വൈറ്റ് സോസ് പാസ്തൻ്റെ ആ സോസ് ഉണ്ടല്ലോ, അത് ഞാൻ ലാസ്റ്റ് അവർ വന്നതിന് ശേഷമാണ് മിക്സാക്കി എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിങ്ങനെ കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വീട്ടിൽ നിന്നാക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ കഴിക്കാനാകുന്ന ആ ഒരു ടൈമിലാണ് മിക്സ് ചെയ്ത് കൊടുക്കൽ. ഇതിൽ പിന്നെ കാര്യമായിട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കലില്ല ഞാൻ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് അറിയില്ല. എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയുമ്പം എണ്ണ വെച്ച് അതിൻ്റെ ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊന്ന് വിളയിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ തേക്ക് എല്ലാ വെജീസും കൂടെ ഇട്ട് കൊടുക്കും. ആദ്യമൊക്കെ ഓരോന്നായിട്ട് ഇട്ടെടുക്കായിരുന്നു. പിന്നെ ബേജാറ് കുറച്ച് കൂടിയോണ്ട് ഞാൻ പിന്നെ എല്ലും കൂടെ ഒന്നിച്ച് അങ്ങ് വേവട്ടെ വിചാരിച്ചിട്ട് എല്ലും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മാത്രം ഉള്ളി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക, സോസ് പാസ്തൻ്റെ ആയാലും അതിൻ്റെ ഒരു മസാല, ആ ഒരു എന്താ പറയുക വെജീസിൻ്റെ ഒരു മസാല. പുരക്ക് നിൽക്കാക്ക വരുന്ന സമയത്ത് പൊതുവേ ഉമ്മ വരത്ത് കുറവാണ്. ഉപ്പയും അനിയത്തിയൊക്കെ വരത്തുണ്ട്. ഞാൻ എല്ലാവരോടും പറയും വരണം എന്ന് പറയും. കാരണം പുരക്കുന്ന വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അനിയത്തി ഇവനെ വിളിച്ച് വരുത്തിക്കും. ഞാൻ ഓള് പോയിട്ടുണ്ടായിരുന്നു. ഓളോളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പോവല്ലേ, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോവാന്ന് പറഞ്ഞു. പിന്നെ ഓള് പറഞ്ഞേ പോയിട്ട് കാര്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓള് പോയി. പിന്നെ ഉപ്പാനെ വിളിച്ചപ്പോൾ ഉപ്പയില്ല, ഉപ്പ പണിക്കായതുകൊണ്ട് തന്നെ ഉപ്പയും ഇല്ല. അതുകൊണ്ട് ഒരു രസം ഉണ്ടായിട്ടില്ല. എല്ലാവരും കൂടെ വന്ന് കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. പോകുന്ന സമയത്ത് ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ഉമ്മ അധികവും വരത്തില്ല, ഇവരെ കൂടെ വരത്തില്ല. ഉമ്മ ഇടയ്ക്കൊരു വരവ് വരും. അതായത് സ്കൂള് മദ്രസൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഉമ്മക്ക് മോള് മദ്രസയിലേക്ക് പോകുന്നത് കാണണമെന്നൊരു പൂതി ഉണ്ടാവും. ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകുന്നതായാലും മദ്രസയിലേക്ക് പോകുന്നതൊക്കെ കാണാനൊരു പൂതി പറഞ്ഞിട്ട് അങ്ങനെ ഒരു വരത്തുണ്ട് ഉമ്മ. അങ്ങനെ മദ്രസയിൽ ചേർന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഞാനിവിടെ നിർത്തിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഉമ്മാനോട്
എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് ഉമ്മ വാ അപ്പം ഉമ്മ പറഞ്ഞ് വരാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഇക്കാക്ക വരുന്നതിന് മുന്നേ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്, അതിന് ഉമ്മ വന്നിട്ട് നിന്നിട്ട് പോയിക്കോ, ഇക്കാക്ക വന്നു കഴിഞ്ഞാൽ ഉമ്മക്ക് നിൽക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഉമ്മ വരാമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ഇക്കാക്ക പോയതിന് ശേഷമായിരിക്കും വരത്ത്. അങ്ങനെ ഉമ്മക്ക് ഇക്കാക്കൻ്റെ മക്കളെ ആയാലും ഇടയ്ക്കൊന്ന് കാണാൻ തോന്നുമ്പോൾ ഉമ്മ പോവും. എൻ്റെ അടുത്താണെങ്കിലും അങ്ങനെ തന്നെ, ഇടയ്ക്കൊന്ന് കാണാൻ പോകുമ്പോൾ തോന്നുമ്പോൾ അങ്ങനെ വരും. പിന്നെ സ്കൂളിൽ പോകുന്നത് മദ്രസ പോകുന്നതൊക്കെ കാണാനൊരു പൂതി ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ വണ്ടി എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പുറക്കേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യലില്ല. പിന്നെ വിളിക്കുമല്ലോ, ഡെയിലി വിളിക്കും. പിന്നെ അടുത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പോയും വരുന്നതും ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇപ്പോൾ വണ്ടിയും കൂടെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ബസ്സിനൊക്കെ പോകുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യൽ. ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ വൈറ്റ് സോസിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് അതിൻ്റെ നമ്മൾ മൈദ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പച്ച മണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടാണ് ഞാൻ പാൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ വെജീസൊക്കെ ആയി. ഇനി ഇതിൻ്റെത്തേക്ക് ഞാൻ കുരുമുളകും പിന്നെ ഉപ്പും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ ആക്കി വെച്ചിട്ടില്ല ചിക്കനും കൂടെ ഇട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ രാവിലെ തൊട്ടേ കിച്ചണിലായിരുന്നല്ലോ ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉള്ളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ കിച്ചണിൽ എത്ര പണിയെടുത്തതിനാലും ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇടയിലൊന്ന് കഴുകി കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളൊന്നും കുറേയായിരുന്നു. പിന്നെ ഫുഡായി കഴിഞ്ഞിട്ട് തന്നെ സമാധാനമായാലോ, എല്ലാം എടുത്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായി കഴിഞ്ഞാൽ ബാക്കി പണി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഉമ്മയും കുറച്ച് പാത്രം ഞാനും കൂടെ കഴുകിയിട്ട് പാത്രമൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം. പിന്നെ ഇക്കാക്ക വരുന്നതിന് മുന്നേ ഞാൻ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വന്ന പാട് നമുക്ക് ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവന് വരാൻ തന്നെ, 1:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജ്യൂസ് കൊടുത്തിട്ടില്ല, ഇനി ജ്യൂസും കൂടെ കഴിച്ച് പിന്നെ ഫുഡ് കഴിക്കാണ്ടെന്നെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഏകദേശം എല്ലാം സെറ്റായതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനിടുന്നത്. അപ്പോൾ ഇതൊരു ചിക്കൻ 65ൻ്റെ ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ചിക്കന് മഞ്ഞൾ, ഉപ്പ്, കുരുമുളക്, തൈര്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെത്തേക്ക് കോൺഫ്ലവറും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്തുന്നത്. അതായത് നമ്മൾ പൊരിക്കാൻ വേണ്ടി ഇടുന്നതിൻ്റെ ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്തക്ക് വേണ്ടിയിട്ടുള്ള വെജീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആ ഒരു വൈറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ വന്നതിന് ശേഷമാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇതൊക്കെ റെഡി ആയതിന് ശേഷം എനിക്ക് ഉള്ളിലൊന്ന് അടിച്ചു വരാനും പോകാനുണ്ടായിരുന്നു. ആ ഒരു കറക്റ്റ് ടൈം ഞാൻ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ച ആ ഒരു കറക്റ്റ് ടൈമായിരുന്നു കാക്ക വന്നിട്ടുണ്ടായത്. പിന്നെ ഞാൻ എന്താക്കി, ഇതൊക്കെ ഒന്ന് ചൂടാക്കാനും അതുപോലെ തന്നെ ഒന്ന് സെറ്റാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും കൂടെ ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കാക്ക രാവിലെ ഒരു ഉച്ചൻ്റെ സമയത്ത് വന്നതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. തിരക്കാക്കിയിട്ടുണ്ടായിട്ടില്ല പോവാൻ. ഓനവിടെ ഇരുന്ന് കുറച്ച് സമയം കടന്ന് പിന്നെ ഇങ്ങനെ സ്ലോ മെല്ലെ. പിള്ളേരാണെങ്കിൽ കുറേ നാളുകളായി ഒന്നിച്ച് കണ്ടിട്ട്, എനിക്ക് തോന്നുന്നു 5-8 മാസമായിട്ടുണ്ടാവും അവർ പരസ്പരം കണ്ടിട്ട്. അപ്പോൾ പിന്നെ അവർക്കും കുറച്ച് സമയം കളിക്കാനില്ല ആ ഒരു ടൈമൊക്കെ കിട്ടി. രണ്ടാളും മൂത്ത ആൾക്കാർ രണ്ടാളും സെയിം ഏജാണ്. അപ്പോൾ അവർ തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ കുറേ നാളുകളായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാണ്ട് കണ്ടപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ആയല്ലോ. അപ്പോൾ അവർക്കും കുറേ സമയം ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നതിന് ശേഷം ഞാനിത് എൻ്റെ മിക്സിങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഞാനിങ്ങനെയാണ് മിക്സ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഞാൻ ചീസ് ഇടുമായിരുന്നു, പക്ഷേ ചീസിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയും ഉണ്ടായിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ചീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ചീസിൻ്റെ കാര്യം എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മളുടെ ഈ ഒരു വൈറ്റ് സോസ് പാസ്തയും എല്ലാ സംഭവങ്ങളും റെഡി ആക്കിയതിന് ശേഷം ഇക്കാക്കക്ക് ഫുഡൊക്കെ കൊടുത്ത്, ആളുടെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസൊക്കെ ഇടുന്നത് ഇഷ്ടമാണെന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ വിളമ്പിയതിന്
ശേഷം നമുക്ക് അവർക്ക് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. കമൻറ്റ്സ് ഇടാട്ടോ, എല്ലാവരും മാക്സിമം കമൻറ്റ്സ് ഇട്ടിട്ടും ലൈക്ക് ഇട്ടിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇനി ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോവും. അപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും ചെയ്യാം. അപ്പം ഞാൻ ഇനിയും ഡെയിലി ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കാണാത്തവരൊക്കെ കയറി കണ്ടോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ബൈ ഓൾ.